നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആമേ അതിനെ ശാലിനി തന്നെ വിചാരിക്കണം. അവളുമായിട്ടെ നീ രമ്യതയിലാവണം. എന്നാൽ നിന്റെ മോൻ രക്ഷപ്പെടൂ. അയാൾ കാണിക്കില്ലെന്ന് പറഞ്ഞോ? പറഞ്ഞത് നമ്മുടെ മോൻ തന്നെയാ. വിഷ്ണുവേട്ടൻ അവൻ എന്നെ കാണണ്ടെന്ന് പറഞ്ഞു. ആമേ ഇതെല്ലാം നീ ചെയ്തു കൂട്ടിന്റെ ഫലമാ. കെട്ടിപ്പൂട്ടി അതിനെ വെച്ചിട്ട് എന്തായി? അവയിപ്പോ നിന്നെ തള്ളി പറഞ്ഞില്ലേ? സഹിട്ടാ നിന്റെ പട്ടാളച്ചിട്ടുള്ള കുടുംബ ഭരണം കൊണ്ടേ പൊറുതി മുട്ടിയിട്ടാ എന്റെ കുഞ്ഞാനൊക്കെ പറഞ്ഞത്. ആമേ അടയ്ക്കാണെങ്കിൽ മടി വയ്ക്കാം, പക്ഷെ അടയ്ക്കാമലാണെങ്കിൽ കാര്യങ്ങൾ മാറും. അത് നീ മനസ്സിലാക്കാത്ത കുഴപ്പത്തിലെല്ലാം കാരണം. രാഘവേട്ടൻ, ഞാൻ അവന്റെ അമ്മയാ. അവന്റെ കാര്യത്തിൽ അല്പം സ്നേഹ കൂടുതൽ കാണിക്കും. അത് അവനോടുള്ള ഇഷ്ടം കൊണ്ടാ. അത് അവനെന്താ മനസ്സിലാക്കാത്തത്? സത്യമ്മയുടെ ഇഷ്ടം പറയുന്നു, വിഷ്ണുബ്രോയുടെ ഇഷ്ടം പറയുന്നു. സ്നേഹത്തിന്റെ തുലാസിലത് നോക്കുമ്പോ മുൻതൂക്കം വിഷ്ണുബ്രോയ്ക്ക് തന്നെയാ സത്യമ്മേ. ശാലിനിയൊത്തുള്ള ഒന്നിച്ചുള്ള ജീവിതം, അത് മാത്രമാ വിഷ്ണുബ്രോ ആവശ്യപ്പെടുന്നതും. എന്റെ കുഞ്ഞേച്ചിയുടെ പേര് കേൾക്കുന്നത് പോലും സത്യമ്മയ്ക്ക് വെറുപ്പായിരുന്നു. ആ വെറുപ്പ് വിഷ്ണുവേട്ടൻ കാണിക്കുന്നത് സത്യമ്മയോടാ. ഇനി ആ വെറുപ്പ് മാറണമെങ്കിൽ സത്യമ്മയ്ക്ക് എന്റെ കുഞ്ഞേച്ചിയോടുള്ള വെറുപ്പ് മാറണം. ശ്യാമേ മതി. ഭാമേ അച്ഛാ, നിന്റെ വാശിയും പറയുന്നതും ജയിക്കണമെന്നുള്ള അഹങ്കാരവും പിന്നെ ഒരിക്കലും മാറാത്ത ഈ ധാർഷ്ട്യവും എന്ന് അവസാനിക്കുന്നോ അന്നേ ഈ വീട് രക്ഷപ്പെടൂ. ഈ വീട്ടിലുള്ളവരും രക്ഷപ്പെടൂ. ദേ, ഇനി നീ സ്വയം തെറ്റുകൾ മനസ്സിലാക്കി തിരുത്താൻ ഒരുങ്ങിയില്ലെങ്കിൽ ഇപ്പൊ മുഖം തിരിച്ചവൻ നാളെ നിനക്ക് നേരെ നിന്ന് കല്ലെറിയാനും മടിക്കില്ല. കാരണം സ്വയം നന്നാവാനുള്ള നിന്റെ സമയം കഴിഞ്ഞു ഭാമേ. ആ ദേ, മറ്റൊന്നുകൂടി നീ മനസ്സിലാക്കിക്കോ. വിഷ്ണുവിനെ പുറത്തു കൊണ്ടുവരണമെങ്കിലേ അത് ശാലിനെ കൊണ്ട് മാത്രമേ കഴിയൂ. നീ പലപ്പോഴും പുച്ഛിച്ച് തള്ളിയിട്ടുള്ള ആ കളക്ടർ പദവി കൊണ്ട് മാത്രമേ സാധിക്കൂ. ചന്ദ്രബോസിനെ പോലുള്ള മുട്ടാളന്മാരെ എതിരിടാനേ ചന്ദ്രബോസിനെ പോലുള്ളവരുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ശാലിനെ കൊണ്ടേ സാധിക്കൂ. അതുകൊണ്ടേ മനസ്സിലെ എല്ലാ ഗർവവും അവസാനിപ്പിച്ച് മകന്റെ രക്ഷയെ കരുതി ശാലിനിയെ സ്നേഹിക്കാനൊന്നും ഞാൻ പറയുന്നില്ല, വെറുക്കാതെങ്കിലും ഇരുന്നൂടെ? ഇത് നിന്റെ നന്മയ്ക്ക് വേണ്ടി പറയുന്ന അല്ല, നമ്മുടെ മോൻ വിഷ്ണുവിന്റെ നന്മയ്ക്ക് വേണ്ടി പറയുന്നതാ. നിനക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്ക്, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോ വിഷ്ണുച്ചൻ വരില്ലല്ലേ? അച്ഛൻ പറഞ്ഞ സത്യ. വിഷ്ണുച്ചനെ കൊണ്ടുവരാൻ ചേച്ചിയമ്മയ്ക്ക് മാത്രമേ കഴിയൂ. അപ്പോ സത്യ എന്ന് വിളിക്കാം. വിഷ്ണുച്ചനെ രക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കൂടെ കടമയല്ലേ? നിങ്ങൾ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കെന്റെ മോനെ വേണം. ആമേ അതിനെ ശാലിനി തന്നെ വിചാരിക്കണം. അവളുമായിട്ടെ നീ രമ്യതയിലാവണം. എന്നാൽ നിന്റെ മോൻ രക്ഷപ്പെടൂ. നന്നാവില്ല, എത്ര പറഞ്ഞാലും നന്നാവില്ല. നശിക്കട്ടെ, എല്ലാം നശിക്കട്ടെ.
എനിക്കൊരു ജീവിതം വേണമെങ്കിൽ എന്നോടൊപ്പം എന്റെ ശാലിനി വേണം. ശാലിനി അമ്മ എന്ന് അംഗീകരിക്കുന്നോ അന്ന് എന്റെ മുന്നിൽ അമ്മ വരാവൂ. ഇല്ലെങ്കിൽ എന്റെ പ്രതികരണം ഇതിലും മോശമായിരിക്കും. നിന്റെ വാശിയും പറയുന്നതും ജയിക്കണമെന്നുള്ള അഹങ്കാരവും പിന്നെ ഒരിക്കലും മാറാത്ത ഈ ധാർഷ്ട്യവും എന്ന് അവസാനിക്കുന്നോ അന്നേ ഈ വീട് രക്ഷപ്പെടൂ. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്ത എന്റെ മകൻ പോലെ എന്നെ ഒറ്റപ്പെടുത്തി. അവനെന്നെ കാണുന്നത് പോലും വെറുപ്പാണെന്ന് അവൻ പറഞ്ഞു. പക്ഷെ എനിക്കവനെ വെറുക്കാൻ പറ്റില്ലല്ലോ. അവൻ എന്റെ കൈ കൊണ്ട് എനിക്ക് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അത് ഞാൻ തന്നെ കൊടുക്കണം എനിക്ക്. എത്ര നാളായി എന്റെ കൈകൊണ്ട് അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട്. പലരും കൊണ്ടുവന്ന് കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ രുചി അവൻ പറയാറുണ്ട്. പക്ഷേ അവൻ ആദ്യമായി ഭക്ഷണത്തിന്റെ രുചി എന്താണെന്ന് അറിയിച്ചു കൊടുത്തത് ഞാനല്ലേ. ഞാൻ കൊടുത്ത ഭക്ഷണം കഴിച്ചാലേ അവൻ വലുതായത്. അതുകൊണ്ട് ഞാൻ എന്റെ മോന് എന്റെ കൈ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പോവാ. അവൻ കഴിക്കുമെന്ന് അറിയണല്ലോ. മോളെ, എന്താ ഈ കാര്യങ്ങള്? ചന്ദ്രബോസ് അയാളുടെ ഗുണ്ടായസം കാണിക്കാനുള്ള ഒരുക്കത്തില. അയാളെ ഏത് രീതിയിൽ ഒതുക്കിയിട്ടായാലും വിഷ്ണുവേട്ടന് ജാമ്യം വാങ്ങിക്കണം. അപ്പോ ജാമ്യം കിട്ടിയില്ലേ? ഇല്ലമ്മേ, അയാള് തരില്ല. എഴുതി വച്ചിരിക്കുന്ന വകുപ്പുകളെല്ലാം ആ രീതിയിലാ. പകയ അയാൾക്ക് എന്നോടും വിഷ്ണുവേട്ടനോടും സത്യാമ്മയോടും അതയാൾ നന്നായിട്ട് കാണിക്കുകയും ചെയ്യും. അയാള് ACP അല്ലേ മോളെ? കളക്ടർ പറയുന്ന കേട്ട് നിയമം നടപ്പാക്കേണ്ട ആള്. പക്ഷെ അയാളുടെ അധികാര പരിധിയിലൊന്നും നമുക്ക് ഇടപെടാനാവില്ല. അവിടെ അയാള് നിയമത്തിന്റെ പിൻബലം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ട്. വീണ് കിട്ടിയ ഒരു അവസരം അതയാള് പാഴാക്കില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ? ഒരു വഴി അടയുമ്പോ 100 വഴികൾ തുറന്നു കിട്ടുമേ. നമ്മളൊന്ന് ഓടി നടക്കണമെന്നേ ഉള്ളൂ. മോളെ, തലയിലെ മുറിവ് കാര്യമാക്കാതെ നിന്റെ ഈ ഓട്ടം. നീ അത് മറക്കണ്ട. നീ ആരോഗ്യത്തോടെ ഇരുന്നാലേ വിഷ്ണുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. സത്യാമ്മയുടെ കാര്യം നിനക്കറിയാലോ. വായി തോന്നുന്ന ഓരോന്ന് വിളിച്ചു പറയുന്നല്ലാതെ കാര്യഗൗരവത്തോടെ ഒരു കാര്യം ചെയ്യാനാവില്ല. ആരെങ്കിലും വെറുപ്പിക്കാനാണെങ്കിൽ വെടുപ്പായിട്ട് ചെയ്യുകയും ചെയ്യും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.